സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ മഹാത്മാക്കളെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മഹാത്മാക്കളുടെ മദ്ഹ് ചൊല്ലുന്ന മാലയും മൗലിദും ഒക്കെ ഓതി ഇവിടെ പരിഹസിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ പരിഹസിച്ചിട്ടുള്ള മുജാഹിദുകൾ മൗലവിമാര് പഠിക്കണം. ഇതേതാണ് പുസ്തകമെന്നറിയുമോ? ഇത് നിങ്ങളുടെ മൗലവി MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ സ്മരണികയാണ്. മുജാഹിദുകൾ പുറത്തിറക്കിയതാണ്. 1906 ജനിച്ച് 1964 അന്തരിച്ച മുജാഹിദ് നേതാവ് MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ സ്മരണികയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്താ? നമ്മളെ മുഹയ്യദ്ദീൻ മാലയിൽ ഒരു വരിയുണ്ട് ഇല്ലേ? അല്ലാ നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. അങ്ങനെ തുടങ്ങി ഷെയ്ഖ് ജീലാനിയുടെ മഹത്വങ്ങൾ നമ്മൾ വളരെ കൂടുതൽ നമ്മുടെ മുഹയ്യദ്ദീൻ മാലയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മഹാത്മാക്കൾ, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആളുകൾ, അവരുടെ അള്ളാഹു അവർക്ക് നൽകിയ ഔന്നിത്യങ്ങൾ നമ്മുടെ മാലയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെ പരിഹസിക്കുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. ഇവിടെ വന്നും സലഫിയും കൂട്ടരും അതിനെ പരിഹസിച്ചതാണ്. എന്നാൽ നിങ്ങളുടെ മൗലവിയായ MCC അബ്ദുറഹ്മാൻ മൗലവിയെ കുറിച്ച് നിങ്ങളുടെ മാലയിൽ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അതെന്താ? ഞങ്ങളെ നഫീസത്ത് മാലയെ പോലെ അല്ലെ മുഹയ്യദ്ദീൻ മാലയെ പോലെ നമ്മൾ ചെല്ലുന്ന മാല, ആ മാലയുടെ രീതിയിൽ അവരെ ഈ നേതാവുണ്ടല്ലേ MCC അബ്ദുറഹ്മാൻ മൗലവി, മൂപ്പര് മരിച്ചു ചെല്ലുമ്പോ എന്നാ മൂപ്പരെ റൂഹ് പിടിച്ചു പോകുമ്പോ ആ റൂഹിനെ സ്വീകരിക്കാൻ ആരൊക്കെ എത്ര വന്നത് എന്നറിയോ? വളരെ നേരത്തെ മരിച്ച അവരുടെ നേതാവുണ്ടല്ലോ, ഇയാളുടെ പിതാവായ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന അയാളുടെ പിതാവ്, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അദ്ദേഹമാണ് ഒന്ന് വന്നത്. പിന്നെ സീതി സാഹിബ വന്നത്, പിന്നെ ജമാലുദ്ദീൻ അഫ്ഗാനി, പിന്നെ മുഹമ്മദ് അബ്ദൂർ, പിന്നെ വക്കം മൗലവിയും. ഇവരൊക്കെ MCC അബ്ദുറഹ്മാൻ മൗലവി മരണപ്പെട്ട് റൂഹ് പിടിച്ചു പോകുമ്പോ അവരെ സ്വീകരിക്കാൻ വേണ്ടി വന്നിരുന്നു. ഇത് മുഹയ്യദ്ദീൻ മാലയല്ല, റിഫാഴി മാലയല്ല, നഫീസത്ത് മാലയല്ല, ഇത് മുജാഹിദ് മാലയാണ്, MCC മാല. വേണമെങ്കിൽ ഞാൻ 2 വരികൾക്ക് ചൊല്ലിത്തരാം, അതിന് കേട്ടോളൂ. അവർ പറയുന്നത് കണ്ടോ? പൂനിലാവായി ദൈവിക വിജ്ഞാനമെങ്ങും വീശി പുണ്യവാൻ അബ്ദുറഹ്മാൻ മൗലവി MCC താനഹോ കാലത്തിരശീലക്കകം മാറഞ്ഞോ തന്നുടയ രക്ഷിതാവിൽ സന്നിധിയാണഞ്ഞോ. നമ്മൾ ആ നഫീസത്ത് മാലിന്റെ രീതിക്കാണ് ചെല്ലിയാൽ മതി. അപ്പോ ഈ MCC മൗലവി അള്ളാഹുവിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ സന്നിധിയിൽ അടഞ്ഞു. അപ്പോ അവിടെ സ്വീകരിക്കാൻ ചെന്നതാരാ? ആകാശ ലോകത്ത് വെച്ച് MCCയെ സ്വീകരിക്കാൻ ചെന്നതാരാ? വാനിടത്തിൽ സ്വാഗതത്തിൻ ഘോഷമെന്തു ചൊല്ലാൻ വന്ധ്യപൂർവിക മഹാന്മാർ ചേർന്നു നൽകിനതെല്ലാം. ജ്ഞാന സിന്ധു ഹാജി കുഞ്ഞഹമ്മദ് നിജ പിതാവും ജാനമോദം സീതി സാഹിബ് വിശ്രുതാനേതാവും നൂനമേ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദൂതാനും നേരിൽ വക്കം മൗലവിയും അബ്ദുറഹ്മാനും മാനികൾ കൗമിൻ പരിഷ്ഠർത്താക്കൾ ഉലമാക്കൾ മർഹബൻ അഹ്ലൻ വസഹ്ല ഓദിനാർ സുലഹാക്കൾ. എന്താ എത്രയോ വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, പിന്നെ ജ്ഞാനബോധം സീതി സാഹിബ്, മുജാഹിദിന്റെ സ്ഥാപക നേതാക്കൾപ്പെടാ സീതി സാഹിബ്, മൂപ്പരുവെത്തി ഇയാളെ സ്വീകരിക്കാൻ. പിന്നെ നൂനമേ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദൂതാനും നേരിൽ വക്കം മൗലവിയും അബ്ദുറഹ്മാനും. ചിലർക്കൊക്കെ തേങ്ങാപ്പുളി വെച്ചലുണ്ട്, ഇതിന്റെ കുഴപ്പമില്ല, മാലന്റെ കുഴപ്പ, ഏതാവട്ടെ. അപ്പോ പിന്നെ സ്വീകരിക്കാൻ പോകുന്നതാരാ? ജമാലുദ്ദീൻ അഫ്ഗാനി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകരായി കേരളത്തിലെ വക്കം മൗലവി പരിചയപ്പെടുത്തിയ ഈജിപ്തിലെ
ശാസ്ത്ര ചിന്താഗതിക്കാരും സഹോദരന്മാരെ ഇസ്ലാമിൻ മതയുക്തിവാദികളുമായി ഇസ്ലാമിനെ കൈയൊഴിച്ച ഹദീസുകളെ നിഷേധിച്ച നേതാക്കളാ ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു. ഇവരൊക്കെ ചെന്ന് MCC അബ്ദുറഹ്മാൻ മൗലവിയെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? മാനികൾ കൗമിൻ പരിഷ്കർത്താക്കൾ ഉലമാക്കൾ. അവരൊക്കെ ചെന്നിട്ട് ഇയാളോട് പറയാ, മർഹബൻ അഹ്ലൻ വസഹ്ല ഓദിനാർ സുലഹാക്കൾ. MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ റോഹം പിടിച്ച് അള്ളാന്റെ അടുത്തേക്ക് പോകുമ്പോ അവിടുന്ന് വഴിക്ക് വിളിച്ചിട്ട് പറയാ, മർഹബ അഹ്ലൻ വസഹ്ല, മർഹബ അഹ്ലൻ വസഹ്ല എന്ന് ഈ പറഞ്ഞ 4-5 നേതാക്കൾ ചൊല്ലിപ്പറഞ്ഞൂന്ന് മുജാഹിദുകൾ പുറത്തിറക്കിയ അതേ MCC അബ്ദുറഹ്മാൻ മൗലവി എന്ന ഈ പുസ്തകത്തിൽ അവരുടെ MCCയുടെ മാലയായി അവർ എഴുതി പിടിപ്പിച്ചിട്ടുള്ള വരികളാണിത്. ഇത് ഏത് ഖുർആനിലാ പറഞ്ഞിട്ടുള്ളത്? ഇത് ഏത് ഹദീസിലാ പറഞ്ഞത്? ഏത് പ്രമാണത്തിലാ ഇത് പറഞ്ഞിട്ടുള്ളത് സഹോദരന്മാരെ? അപ്പൊ മുജാഹിദ് മൗലവിമാരുടെ മദ്ഹാണെങ്കിൽ അതിന് ഒരു പ്രശ്നമില്ല. പണ്ട് K. ഉമർ മൗലവിയെ കുറിച്ച് പറഞ്ഞില്ലേ, സ്വർഗത്തിലേക്കു കുതിച്ചോ ചേതന വേദന ശാന്തി തൻ സായുജ്യമാകുവാൻ. ഉമർ മൗലവി അങ്ങ് മരിച്ചപ്പോ കേരളത്തിലുള്ള എല്ലാ അഹ്ലുസുന്നയുടെ ഉലമാക്കളും മുശ്രിക്കും കാഫിറുമാണ് എന്ന് മാത്രമല്ല, EK ഹസൻ മുസ്ലിയാരെ പേരെടുത്ത് അയാൾ കാഫിറാണ് എന്ന് പറഞ്ഞ ആളാ ആര്? ഉമർ മൗലവി. ആ ഉമർ മൗലവിയെ കുറിച്ചാ പറഞ്ഞത്. മൂപ്പര് പോയപ്പോ തന്നെ എന്താ ചെയ്തത് എന്നറിയോ? സ്വർഗത്തിലേക്ക് കുതിച്ച ഹോല. മൂപ്പര് പോയത് ഒരൊറ്റ പോക്കാ, സ്വർഗത്തിക്ക് ഒരൊറ്റ കുതിക്കലാണ്. അപ്പൊ അവരവരുടെ നേതാക്കളും ഉമർ മൗലവി MCC മൗലവി ഒക്കെ ആണെങ്കിൽ അതിനൊരു കുഴപ്പമില്ല. അവർക്ക് ഏത് പ്രമാണവും എങ്ങനെയും എന്തുമാവാം എന്നിടത്താണ് കാര്യങ്ങളുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള മാലകളും മൗലിദും ആണെങ്കിൽ, ഷെയ്ഖ് ജീലാനിയെ കുറിച്ചാണെങ്കിൽ, റിഫായി ഷെയ്ഖിനെ കുറിച്ചാണെങ്കിൽ, ബദരീകളെ കുറിച്ചാണെങ്കിൽ അതിന് 100 തെറ്റ്, 100 ശിർക്ക്, 100 കുഫ്ർ, 100 ബിദ്അത്ത്. മഅദല്ലാഹ്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടായിരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.